എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വൃത്തസ്തൂപിക, അതായത് ഒരു കോണിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം 1/3 πr²h. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 268 ചോദ്യങ്ങളാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 15 cm ആൻഡ് 40 cm. അതായത് വൃത്തസ്തംഭം, സിലിണ്ടർ അല്ല, സിലിണ്ടർ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ സിലിണ്ടർ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റഫായിട്ട് എന്ത് ചെയ്യുക, ഒരു സിലിണ്ടർ വരച്ചു നോക്കി. കണ്ട, ഒരു സിലിണ്ടർ റഫായിട്ട് ഒരു സിലിണ്ടർ വരച്ചു. ഇനി അതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇതാണ് റേഡിയസ് അല്ലേ? റേഡിയസ് എത്രയാണ്? റേഡിയസ് 15 cm. അപ്പോൾ റേഡിയസ് നമ്മൾ 15 cm എഴുതി. പിന്നെ അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 40 cm അല്ലേ? 40 cm. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്ക്, ഒരു മരം കൊണ്ടുള്ള അല്ലെ സിലിണ്ടറിക്കൽ ബ്ലോക്ക്, ഒരു തടി കഷ്ണം, അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ആദ്യം വരച്ചു. ഇനി എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് ദിസ്. അതായത് ഇതിൽ നിന്ന് ചെത്തി ഉണ്ടാക്കുന്ന, ഇതൊരു മരക്കഷ്ണമാണെന്ന് പറഞ്ഞാൽ അല്ലേ, മരത്തിന്റെ ഒരു കഷ്ണമാണ്. ഇതിൽ നിന്ന് ചെത്തി കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ കോണിന്റെ, അതായത് വൃത്തസ്തൂപികയുടെ വോളിയം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്ന ഏറ്റവും വലിയ കോൺ അല്ലെ, അതിന്റെ വോളിയം, അതായത് കോണിന്റെ വോളിയം ആണല്ലോ. അതായത് ഇതിന്റെ അടിഭാഗം അല്ലെ, സിലിണ്ടർ ആണ്, റൗണ്ട് അല്ലെ, ഇത് എന്താണ്, സർക്കിൾ ആയിരിക്കും. അതേ വലിപ്പം തന്നെ ആയിരിക്കും എന്തിനും കിട്ടുക, നമ്മുടെ കോണിനും കിട്ടുക അല്ലെ. അതായത് അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതേ അളവിൽ നമുക്ക് കോണ് കിട്ടും. ഇത് നോക്കിയാൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന, ഇത് മുകൾ ഭാഗം ഇതേ രീതിയിലായിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ മാക്സിമം അളവ് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടാതെ, ഇതാണ് നമ്മുടെ കോണിന്റെ ബേസ് വര അല്ലെ. കോണിന്റെ ബേസ് ഇതായിരിക്കും. പിന്നെ നമുക്ക് ഇത്ര ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ വോളിയം, കോണിന്റെ വോളിയാണ് നമുക്ക് ഇക്വേഷൻ അറിയാൻ 1/3 πr²h. ഇതാണ് കോണിന്റെ വോളിയം. ഇനി നമുക്ക് ഇതിൽ എന്ത് കിട്ടണം? റേഡിയസ് കിട്ടണം അല്ലെ. റേഡിയസ് നോക്കിയാൽ ഇതിന്റെ അതേ റേഡിയസ് തന്നെ ആയിരിക്കും നമ്മുടെ കോണിന്റെയും റേഡിയസ് ആയിട്ട് വരിക അല്ലെ. ഈ വൃത്തസ്തംഭത്തിന്റെ അതേ റേഡിയസ് ആയിരിക്കും ഈ സ്തൂപികയുടെയും റേഡിയസ്. അപ്പൊ റേഡിയസ് നമുക്ക് 15 cm. ഓക്കെ. ഇനി ഹൈറ്റോ? ഹൈറ്റ് എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ ഇതിന്റെ അല്ലെ, ഈ തടിക്കഷ്ണത്തിന്റെ ഹൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട് 40. ഇതേ ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലെ. അല്ലെ, അപ്പൊ കോണിന്റെ ഹൈറ്റ് ഇത് തന്നെ ആയിരിക്കും, 40 തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഹൈറ്റ് 40. അപ്പൊ ഇവിടെ നോക്കിയാൽ വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ്. പക്ഷെ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. വെറുതെ ഒരു സിലിണ്ടർ വരയ്ക്കുക, അതിന്റെ കോൺ. അപ്പൊ ഇതിന്റെ റേഡിയസും ഹൈറ്റും ഒക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. വോളിയം ഇസ് ഈക്വൽ ടു 1/3 π × r² അല്ലെ, 15 × 15 6 അല്ലെ, ഇൻറ്റു h. എത്രയാണ്? 40. ഇവിടെ നോക്കിയാൽ 3 15 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. ബാക്കി എത്ര കിട്ടും? 15 × 5 75 അല്ലെ, 75 × 40. അപ്പൊ 75 × 4 എത്രയാണ്? 300 അല്ലെ. അപ്പൊ സംശയം ഗുണിച്ച് നോക്കാം. 75 × 4 300, ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് 3000. അപ്പൊ 3000 അല്ലെ വോളിയാണ്. അപ്പൊ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ, ക്യൂബിക് സെന്റിമീറ്റർ. കണ്ട, വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മൾ റഫായിട്ട് ഒരു ഫിഗർ വരച്ചു വെക്കാം ആദ്യം. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 cm ആൻഡ് 20 cm. അതായത് ഒരു മെറ്റൽ സിലിണ്ടർ അല്ലെ, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടർ, എന്താണ്, ഒരു വൃത്തസ്തംഭം. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വൃത്തസ്തംഭമാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു റഫായിട്ടൊരു വൃത്തസ്തംഭം അല്ലെ, ഒരു സിലിണ്ടർ നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 cm. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 12 ഇതിൽ എഴുതി. ഓക്കെ. ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 20 cm. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. ആദ്യം നമ്മൾ റഫായിട്ട് ഒരു സിലിണ്ടർ വരച്ചു. ആ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബൈ മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് 4 cm ആൻഡ് ഹൈറ്റ് 5 cm ക്യാൻ ബി മെയ്ഡ്. അതായത് ഇത് ഉരുക്കിയിട്ട്, ഇത് മെറ്റലിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അല്ലെ, മെറ്റലാണ്, അതുകൊണ്ട് ഇത് ഉരുക്കിയിട്ട് എന്തുണ്ടാക്കുന്നു? കുറച്ച് കോണുകൾ ഉണ്ടാക്കുന്നു, അതായത് വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ ഈ വൃത്തസ്തൂപികളുടെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കണം? ഇതിന്റെ ബേസ് റേഡിയസ് 4 cm. അപ്പൊ ഇതിന്റെ ബേസ് റേഡിയസ് 4 cm ആയിരിക്കണം. ഹൈറ്റോ 5 cm.
അപ്പോൾ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും അളവിലുള്ള കുറേ എന്തുണ്ടാക്കുന്നു? വൃത്തസ്തൂപികൾ അല്ലെ, കോണുകൾ ഉണ്ടാക്കുന്നു. എങ്ങനെ? ഇത് ഉരുക്കിയിട്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് ഉരുക്കിയിട്ട് എത്ര വൃത്തസ്തൂപികൾ ഉണ്ടാക്കാം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം അല്ലേ 9ാം ക്ലാസ്സിൽ ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് മെറ്റലിൻ്റെ ഒരു സിലിണ്ടറാണ്. ഇത് ഉരുക്കിയിട്ട് ഇതുപോലത്തെ കോണുകൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഇതുകൊണ്ട് ഇത് ഉരുക്കിയിട്ട് മറ്റൊരു രൂപത്തിലാക്കുമ്പോൾ ഇതിൻ്റെ വോളിയത്തിന് ഒരു വ്യത്യാസം വരില്ല അല്ലേ, വ്യാപ്തത്തിന് ഒരു വ്യത്യാസം വരില്ല. ഇതിൻ്റെ വ്യാപ്തം എത്രയാണോ അതേ വ്യാപ്തം തന്നെ ഇതിൻ്റെ വ്യാപ്തം അല്ലേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി വ്യാപ്തം ഇതും ഈക്വൽ ആയിരിക്കും. അത് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ കോണുകളുടെ വോളിയം അല്ലേ, ഈ കോണുകളുടെ വോളിയം. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് കോൺസ്, അതായത് ഈ വൃത്തസ്തൂപികകളുടെ വോളിയം അല്ലെ, ഒരെണ്ണത്തിൻ്റെ അല്ല. ഇത് എത്ര എണ്ണം ഉണ്ടാക്കാൻ നമുക്കറിയില്ല, കുറേ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, 5ഓ 10ഓ അതും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇത് വോളിയം ഓഫ് കോൺസ്, ഇതിൻ്റെ വ്യാപ്തവും അതുപോലെ തന്നെ ഇതിൻ്റെ അല്ലേ, അതായത് ഈ സിലിണ്ടറിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ എന്തിന് ഈക്വലായിരിക്കും? വോളിയം ഓഫ് കോൺസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. ഇനി നോക്കിയാൽ വോളിയം ഓഫ് കോണിന്റെ വോളിയം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലെ, 1/3 പൈ ആർ സ്ക്വയർ. ഇതാണ് കോണിന്റെ വോളിയം. പക്ഷേ ഇവിടെ നോക്കി, ഇതിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാലോ, പൈ ആർ സ്ക്വയർ എച്ച് അല്ലെ, പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്കൊരു പണിയാം, പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ നമുക്ക് ഒരു പണിയാം, ഇവിടെ 2 സ്മോൾ ആർ കൊടുക്കണ്ട, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ഇതിൻ്റെ റേഡിയസ് ആർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പൈ ആർ സ്ക്വയർ എച്ച് ക്യാപിറ്റൽ ആർ എഴുതി. ഓക്കെ, നോക്കിയാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം ഇത് ഒരെണ്ണത്തിൻ്റെ ഒരു സ്തൂപികയുടെ വോളിയാണ് അല്ലേ. ഒരു സ്തൂപികയുടെ വോളിയം ഇതിൻ്റെ വോളിയം ഈക്വൽ ആവില്ല. ഇവിടെ കുറേ സ്തൂപികളുണ്ട് അല്ലേ, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. 5ഓ 10ഓ 15 എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഒരെണ്ണത്തിൻ്റെ വോളിയം ഇൻറ്റു എൻ അല്ലേ. ഇത് എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ മൊത്തം വോളിയം ഇതിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ, 1/3 പൈ ഇൻറ്റു ആറ്. ഇതിൻ്റെ റേഡിയസ് നമുക്ക് എന്തിൻ്റെയാണ്? കോണിൻ്റെ റേഡിയസ് അല്ലേ. കോണിൻ്റെ റേഡിയസ് എത്രയാണ്? 4. അപ്പോൾ നമുക്ക് 4 സ്ക്വയർ എച്ച് എത്രയാണ്? നമുക്കിവിടെ തന്നിട്ടുണ്ട് 5 അല്ലേ, 5 ഇൻറ്റു എൻ. എത്ര നമ്പർ എന്ന് നമുക്കറിയില്ല, എത്ര എണ്ണം ഉണ്ടാക്കണം നമുക്കറിയില്ല, അതുകൊണ്ട് എൻ എന്ന് എഴുതി. സീക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെ. അപ്പോൾ നോക്കിയാൽ പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് 12, അപ്പോൾ 12 സ്ക്വയർ ഇൻറ്റു എച്ച്. ഇതിൻ്റെ എച്ച് എത്രയാണ്? 20. ക്ലിയർ ആയില്ലേ? രണ്ടിൻ്റെ വോളിയങ്ങൾ ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കി ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് പലതരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നോക്കിയാൽ എന്നെ മാത്രം നിർത്താം. എന്നെ മാത്രം നിർത്തിയിട്ട് ഇത് ആദ്യം എഴുതിയിട്ട് എന്ത് വരണം? ഇത് നോക്കിയാൽ ഇത് ഫ്രാക്ഷനാണ് അല്ലേ. അപ്പോൾ ഈ 3 എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ മുകളിൽ പോകും, ഈ ഇൻറ്റു എന്നുള്ളത് അടിയിൽ വരും അല്ലേ. അങ്ങനെ ചെയ്യാം നമുക്കറിയാലോ. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, മറിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ n ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 20 ഇവിടെ കൊടുക്കും. പിന്നെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഈ 3 മുകളിൽ പോകും, ബാക്കിയുള്ളതൊക്കെ അടിയിൽ പോകും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് നമ്മൾ നമുക്കറിയാലോ, അങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം നമുക്കറിയാലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എത്രയാണുള്ളത്? 1 ഉണ്ട്. ഇതിൻ്റെ അടിയിൽ എത്രയാണുള്ളത്? 3 ഉണ്ട് അല്ലേ. ഇനി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയാൽ? പൈ ഇൻറ്റു 4 സ്ക്വയർ അല്ലേ, 4 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു എൻ ഇൻറ്റു 1 അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ ഇൻറ്റു 1 സീക്വൽ എന്ത് വരും? ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 3 ഉണ്ട്. 3 ഇൻറ്റു പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 20. കേട്ടോ, നമുക്ക് ക്രോസ് ചെയ്ത് ഗുണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ക്രോസ് ചെയ്താലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. ഇങ്ങനെ വന്നാൽ എന്ത് വരും? ഇതൊക്കെ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഈസ് ഈക്വൽ ഇവിടെ ഉള്ളത് നോക്കിയാൽ 3 പൈ ഇൻറ്റു 12 സ്ക്വയർ, 12 ഇൻറ്റു 12 ഇൻറ്റു 20 ബൈ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉള്ളത് അല്ലേ, ഒക്കെ അടിയിൽ പോവില്ലേ. എന്നെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അടിയിൽ പോയി. എന്ത് വരും? പൈ ഇൻറ്റു 4 സ്ക്വയർ, 4 ഇൻറ്റു 5. ഇനി ഇവിടെ നോക്കിയാൽ പൈ ഇൻറ്റു ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 4 12 എത്ര 4 ഉണ്ട്? 3 4 അല്ലേ, 3 ഇൻറ്റു 4 12. ഇനി ഇവിടെ നോക്കിയാൽ 4 ഇവിടെയും 12, അപ്പം എത്ര 4 ഉണ്ട് അതിൽ? 3 4 അല്ലേ, 3. ഇനി ഇവിടെ 5 ഇവിടെ 20 അല്ലേ. നമുക്ക് നോക്കിയാൽ 20നെ 5 കൊണ്ട് ഇവിടെ ചെയ്യുമ്പോൾ 4 പ്രാവശ്യം 4. ബാക്കി എന്ത് വന്നു? 3 ഇൻറ്റു 4, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27 അല്ലേ, 27 ഇൻറ്റു 4
7 4 28, ബാക്കി 2, 4 8 2 10. അപ്പോൾ എത്ര കിട്ടി? 108 അല്ലേ? അപ്പോൾ 108 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ഈ സ്റ്റെപ്പ് ചെയ്യാനൊന്നുമില്ല. നോക്കിയാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എങ്ങനെയാണ് കിട്ടുക? n = അല്ലേ? ഇതിൽ നോക്കിയാൽ ഡയറക്റ്റ് നോക്കിയാൽ n = എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ളത് ആദ്യം എഴുതി π × 12² അല്ലേ? 12² × 20 ആദ്യം എഴുതി. ഇനി നോക്കിയാൽ ഈ എന്നിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളതൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ബൈ ആയി മാറും അല്ലേ? ഗുണിക്കൽ ഹരിക്കലായി മാറും. അപ്പോൾ ഏതൊക്കെ അടിയിൽ പോകും നോക്കിയാൽ? 5 പോവും, 4² പോവും, π പോവും. ഇതൊക്കെ അടിയിൽ പോവും അല്ലേ? അപ്പോൾ π × 4² × 5. ഈ ഇൻറ്റു എന്നുള്ളതൊക്കെ ബൈ ആയി മാറി. ഇവിടെ എന്താ? ബൈ ആണ് അല്ലേ? ഹരിക്കൽ. അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഗുണിക്കലായി മാറും. അപ്പോൾ × 3. ഇങ്ങനെയും ചെയ്യാം. കണ്ട? അപ്പോൾ നമുക്ക് ഇത് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതേ രൂപത്തിൽ ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 degree ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 centimeters ആൻഡ് ഈസ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. വാട്ട് ആർ ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ? വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതായത് ഒരു സർക്കിള്, ആ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അതിൽ നിന്ന് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ഉള്ള ഒരു സെക്ടർ കട്ട് ചെയ്ത് എടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ നമ്മൾ റഫായിട്ട് ആദ്യം ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയാൽ ഇവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഈ നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ ഇതേ രൂപത്തിൽ വരയ്ക്കുക. അതായത് 180നേക്കാൾ കൂടുതലുണ്ട് അല്ലേ? ഇത് 216 ആണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് കൂട്ടിയെടുത്തു. അപ്പോൾ ഈ ഭാഗം കൊണ്ടല്ല, ഇത്രയും ഭാഗങ്ങൾ, ഈ സെക്ടർ കണ്ട, ഇതുകൊണ്ട് വളച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോൺ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ റേഡിയസ് എന്തായിരിക്കും, ഹൈറ്റ് എന്തായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് വന്നിട്ടുണ്ട് അല്ലെ? റേഡിയസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് റേഡിയസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഇതിന്റെ L ആണ് അല്ലെ? അത് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളത് L അല്ലെ? ഈ ലെങ്ത് ആണ് ഇവിടെ L ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് L കിട്ടി 25 ആണ് കിട്ടി, 25 സെന്റിമീറ്റർ. ശരിയാണല്ലോ? ഓക്കെ. ഇനി പക്ഷെ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? L അല്ല ചോദിച്ചിട്ടുള്ളത്, H-ഉം R-ഉം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു റേഷ്യോ പഠിച്ചിട്ടുണ്ട് മുമ്പ് അല്ലെ? ആ റേഷ്യോ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ് റേഷ്യോ? x/360 അല്ലെ? നമുക്കറിയാം x/360 = എന്തായിരിക്കും? ഇതിന്റെ റേഡിയസ് ബൈ ഇതിന്റെ റേഡിയസ് അല്ലെ? r/r. ഇതാണ് ക്യാപിറ്റൽ R, ഇതിന്റെ റേഡിയസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ x എത്രയാണ്? 216 ഡിഗ്രി അല്ലേ? അപ്പൊ 216/360 = r/ ഇതിന്റെ റേഡിയസ് 25 അല്ലേ? 25. ഇനി നമുക്ക് ഇതിൽ നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്ത് ഗുണിക്കുക അല്ലേ? ക്രോസ് ചെയ്ത് ഗുണിക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 360 × r അല്ലെ? 360 × r = എന്ത് വരും? 216 × 25 അല്ലെ? അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? r അല്ലെ? r = 216 × 25/360. അപ്പൊ ഇവിടെ നോക്കിയാൽ പരമാവധി നമ്മൾ വെട്ടിച്ചെറുതാക്കുക അല്ലെ? ഇവിടെ നോക്കിയാൽ ഇവിടെ 5 ആണ്, ഇവിടെ 0 ആണ്. രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അല്ലെ? 25-ൽ എത്ര 5 ഉണ്ട്? 5 5 25. 360-ലോ 36 അല്ലെ? 3-ൽ 36-ൽ എത്ര 5 ഉണ്ട്? 7 × 5 35 അല്ലെ? 7 പ്രാവശ്യം 35. ബാക്കി ഇവിടെ 1 ഉണ്ട്, ബാക്കി അപ്പൊ 1 ഇവിടെ 0 10. 10-ൽ എത്ര 5 ഉണ്ട്? 2 5 അല്ലെ? അപ്പൊ അതായത് 360-ൽ 72 5 ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 216 72 അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അതല്ല അതിനേക്കാൾ വലിയ സംഖ്യ പെട്ടെന്ന് കിട്ടും. 3 കൊണ്ട് പറ്റും നോക്കിയാൽ 7 × 2 9 അല്ലെ? 9 ആണ്. അപ്പോൾ ഇവിടെ 3 കൊണ്ട് പറ്റും. ഇവിടെയോ 2 1 3 3 6 9 അല്ലെ? അപ്പൊ ഇവിടെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. അപ്പൊ 72-ൽ 7-ൽ എത്ര 3 ഉണ്ട്? 2 3 അല്ലെ? ബാക്കി 1 12-ൽ 4 3 12 24. ഇനി 21-ൽ എത്ര 3 ഉണ്ട്? 7 3 21 7. 6-ലോ 6-ൽ 2 3. അപ്പൊ 72/24 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കി 24 അല്ലേ? 24-ക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 72 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഏതാണ് എളുപ്പം? നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെട്ടെന്ന് തീർന്നു കിട്ടും അല്ലെ? അപ്പൊ 24 ഞാനിപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര വരും? 6 × 4 അല്ലെ? 24. അപ്പൊ 4 പ്രാവശ്യം
24 എത്ര ആറുണ്ട്? 4 ആറുണ്ട് അല്ലേ? 72 എത്ര ആറുണ്ട്? 12 ആറ് അല്ലേ? അപ്പോൾ 12. അപ്പോൾ നമുക്ക് 12/4 എന്നായി ഇവിടെ. നോക്കിയാൽ 4 അല്ലെ? 4 നമുക്ക് 12ന്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 12 എത്ര 4 ഉണ്ട്? 3 4. ഇനി ബാക്കി എന്തോന്നും അടിയിലെല്ലാം കഴിഞ്ഞു. ബാക്കി 3 × 5 അല്ലേ? 3 × 5 15. അപ്പോൾ 15 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങളിവിടെ വെട്ടിക്കളയുമ്പോൾ ശ്രദ്ധിച്ചും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രൂപത്തിൽ വെട്ടിക്കളഞ്ഞിട്ട് റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ റേഡിയസ് തീരുമാനമായി അല്ലേ? ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? ഹൈറ്റ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. കാരണം നോക്കിയാൽ റേഡിയസ് കിട്ടിയാലോ. റേഡിയസ് കിട്ടി 15 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 15 കിട്ടി. ഇത് നമുക്ക് 25 കിട്ടി. അങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. എന്ത് ചെയ്താൽ മതി? എച്ച് കണ്ടുപിടിക്കാൻ H = √(L² - R² അല്ലേ? L² - R². ഇത് വരും √(L²) എല്ലിൻ്റെ സ്ക്വയർ 25. അപ്പോൾ 25ന്റെ സ്ക്വയർ -15ന്റെ സ്ക്വയർ. ഇപ്പം എന്ത് കിട്ടി? √25ന്റെ സ്ക്വയർ 625 -15ന്റെ സ്ക്വയർ 225. അതായത് √400 അല്ലേ? 400. അതായത് √400 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? അപ്പോൾ 20 സെന്റിമീറ്റർ എച്ചും കിട്ടി. അപ്പോൾ നമുക്ക് R കിട്ടി, H കിട്ടി. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വോളിയം ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വോളിയം ഫിസിക്കൽ എന്താണ്? 1/3 πr²H. πr²H = 1/3 π × റേഡിയസ് എത്ര കിട്ടിയത് നമുക്ക്? 15 അല്ലേ? അപ്പോൾ 15 × 15 × H. H എത്ര കിട്ടി നമുക്ക്? 20 അല്ലേ? 20. എന്ത് വരും? ഇവിടെ ഞാൻ 2 എന്ന് എഴുതി അല്ലേ? 2 എന്ന് എഴുതിയത് 3. 1/3. ഇവിടെ നോക്കിയാൽ 3 15 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ 5 × 15. 5 × 15 എത്രയാണ്? 75. 75 × 20 അല്ലേ? 75 × 2 എന്ന് പറഞ്ഞാൽ 150. 150ന്റെ കൂടെ ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1500 ക്യൂബിക് സെന്റിമീറ്റർ. അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. The base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? എന്താണ് ചോദ്യം നോക്കിയാൽ? 2 വൃത്തസ്തൂപികൾ ഇതിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ വന്നിട്ട് എന്താണ്? 3:5. അതുപോലെ തന്നെ അവയുടെ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:3. അങ്ങനെയാണെങ്കിൽ അവയുടെ വോള്യങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഇതാണ് ചോദ്യം അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ ആദ്യം ഇതിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ. ഇപ്പൊ നോക്കിയാൽ റേഷ്യോ ഓഫ് റേഡി. ഓക്കെ, റേഡിയസിൽ തമ്മിലുള്ള റേഷ്യോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3:5 അല്ലേ? 3:5. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ റേഡിയസ് അല്ല 3ഉം 5ഉം. ഇതിന്റെ റേഷ്യോ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 5 ആയിരിക്കും. ഇനി ഇത് 6 ആണെങ്കിലോ ഇത് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇത് 9 ആണെങ്കിലോ അല്ലെ? അതായത് 3 ഇരട്ടി. അപ്പൊ 9 ആണെങ്കിൽ ഇവിടെയും 3 ഇരട്ടി, അതായത് 5ന്റെ 3 ഇരട്ടി 15 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതായിരിക്കും ഇവര് തമ്മിലുള്ള റേഷ്യോ. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ ഇത് 3 ആണെങ്കിൽ ഇത് 5 അല്ലേ? അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു 3:5 ഇതാണ് റേഷ്യോ എങ്കിൽ നമുക്ക് ഈ അളവ് എന്തായിട്ട് എടുക്കാം? 3 R എടുക്കാം. ഇതിന് നമുക്ക് 5 R കൊടുക്കാം അല്ലെ? അപ്പൊ ഈ റേഡിയസ് നമുക്ക് 3 R, ഈ റേഡിയസ് 5 R. ഓക്കെ, ഇനി നോക്കിയാൽ റേഷ്യോ ഓഫ് ഹൈറ്റ്. 2:3 അല്ലെ? 2:3 ഇതാണ് റേഷ്യോ. അങ്ങനെ ആണെങ്കിൽ നോക്കിയാൽ ഇതിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? ഇത് 2 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും അല്ലെ? ഇത് 4 ആണെങ്കിൽ ഇത് 6 ആയിരിക്കും അല്ലെ? അപ്പൊ അതേ റേഷ്യോയിലാണ് പോവുക ഹൈറ്റുകൾ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? ഇത് നമുക്ക് 2h എന്ന് കൊടുക്കാം. ഇതിന്റെ ഹൈറ്റ് 2h ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? 3h ആയിരിക്കും. ഇപ്പൊ നമുക്ക് രണ്ടിന്റെയും റേഡിയസ് കിട്ടി അല്ലെ? രണ്ടിന്റെയും ഹൈറ്റ് കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ ഓഫ് വോളിയം കാണാലോ. റേഷ്യോ ഓഫ് വോളിയം, വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഇതിന്റെ വോളിയം ഈസ്റ്റു ഇതിന്റെ വോളിയം അല്ലെ? ഇതിന്റെ വോളിയം എന്ത് വരും? 1/3. ശ്രദ്ധിക്കുക, 1/3 πr²H അല്ലെ? π × R എത്രയാണ്? ഇവിടെ 3 R ആണ് അല്ലെ? R എന്ന് പറഞ്ഞാൽ ഇവിടെ 3 R. അപ്പൊ 3 R സ്ക്വയർ അല്ലെ? അപ്പൊ 3 R സ്ക്വയർ 3 R × 3 R πr² × H. H എത്രയാണ്? 2h.
2h ഈസ് ടു ഇതിൻ്റെ വോളിയം അല്ലേ, ഇതിൻ്റെ വോളിയം നോക്കിയാൽ 1/3 പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എത്ര വരും, ഇതിൻ്റെ റേഡിയസ് എത്രയാണ് 5r ആണ് അല്ലേ, 5r. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 5r ഇൻറ്റു 5r ഇൻറ്റു h എത്രയാണ് 3h. ഇവിടെ നിന്നൊക്കെ റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ, കട്ട് ചെയ്ത് കളയാം. ഇവിടെ നോക്കിയാൽ 1/3 പൈ ഇവിടെ ഉണ്ട്, 1/3 പൈ ഉണ്ട് അല്ലേ, ദങ്ങടെ കട്ട് ചെയ്ത് കളയാം. ഇതാ പോയി, രണ്ടും പോയി. ഇനി ഇവിടെ നോക്കിയാൽ ഒരു 6 ഉണ്ട് ഇവിടെ അല്ലേ, ഇവിടെ ഒരു 6 ഉണ്ട്, ആ 6 രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇവിടെ മറ്റൊരു 6 ഉണ്ട്, ഇവിടെയും മറ്റൊരു 6 ഉണ്ട്, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു h ഉണ്ട് അല്ലേ, ഇവിടെയും ഒരു h ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി പോയിക്കോട്ടെ, അതും പോയി. ബാക്കി ആരുണ്ട് ഇവിടെ 3x2 അല്ലേ, 3x2 ഇവിടെ 5x5. അപ്പോൾ 3x2 എത്രയാണ് 6 5x5 25. അപ്പോൾ എപ്പോഴും നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് കൊണ്ടുവരണം അല്ലേ. പക്ഷേ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇനി ഡിവൈഡ് ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഷ്യോ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി, 6:25. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 2 cones have the same volume and their base radii are in the ratio 4:5. What is the ratio of their height? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2 കോണുകൾ അതിൻ്റെ വോളിയം വ്യാപ്തങ്ങൾ രണ്ടും തുല്യമാണ്, വ്യാപ്തം തുല്യമാണ് അല്ലേ. പിന്നെയോ അതിൻ്റെ റേഡിയസ് എന്താണ് 4:5 എന്ന റേഷ്യോയിലാണ് അല്ലേ. അപ്പോൾ റേഡിയസ് 4:5 റേഡിയസ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ റേഡിയസ് 4 നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അല്ലേ, 4:5 ആണ് റേഷ്യോ അല്ലേ. ഇത് 4r ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 5r ആയിരിക്കും അല്ലേ. റേഷ്യോ 4:5 ആണ്, അതുകൊണ്ട് ഇത് 4r ആണെങ്കിൽ ഇത് 5r ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഹൈറ്റുകൾ ഏത് റേഷ്യോയിലായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വോളിയം സെയിം ആണ് അല്ലേ. അതായത് നോക്കിയാൽ വോളിയം ഓഫ് ഫസ്റ്റ് കോൺ അതെന്തിന് ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് കോണിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ. വോളിയം ഓഫ് സെക്കൻഡ് കോൺ, അതായത് 2 കോണിന്റെയും വോളിയങ്ങൾ ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയാണ് 4r ആണ്, ഇതിന്റെ റേഡിയസ് എത്രയാണ് 5r ആണ് അല്ലെ. h നോക്കിയാൽ h ഇത് നമുക്ക് h1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് h2 എന്ന് കൊടുക്കാം. ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക അല്ലെ. അപ്പൊ ഇവിടെ വോളിയം 2 ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ 1/3 അല്ലെ, 1/3 പൈ r സ്ക്വയർ പൈ ഇൻറ്റു r. ഇതിന്റെ റേഡിയസ് എത്രയാണ് 4r അല്ലെ, 4r. അപ്പൊ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r ഇൻറ്റു 4r അല്ലെ, പൈ ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു h എത്രയാണ്, നമുക്ക് h1 എന്ന് കൊടുക്കാം. h1 ഈക്വൽ ടു ഇതിന്റെ വോളിയം 1/3 പൈ ഇൻറ്റു r സ്ക്വയർ. r എത്രയാണ് ഇവിടെ 5r അല്ലെ. അപ്പൊ 5r ഇൻറ്റു 5r ഇൻറ്റു h അല്ലെ. h എത്രയാണ് ഇവിടെ h2. ഇനി ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കിയാൽ കോമൺ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. 1/3 പൈ ഇതിലുണ്ട്, 1/3 പൈ ഉണ്ട് അല്ലെ, രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ നോക്കിയാൽ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇനി ബാക്കി നോക്കിയാൽ ഇവിടെ 4, ഇവിടെ 5 കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 × 4 16 ഇൻറ്റു h1 സീക്കട്ട് എന്ത് വരും, 5 × 5 25 ഇൻറ്റു h2 അല്ലെ. 16 h1 ഈക്വൽ ടു 25 h2. അങ്ങനെയാണെങ്കിൽ h1 ഈസ് h2 എന്തായിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ h1 ഈസ് h2 എഴുതുമ്പോൾ പെട്ടെന്ന് തെറ്റി 16 ഈസ് 25 എന്ന് എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. h1 ഈസ് വേണ്ട, 16 h1 എന്ന് പറഞ്ഞാൽ 25 h2 ഈക്വൽ ആണ് അല്ലെ. 16 h1 ആയി കഴിഞ്ഞാൽ 25 h2 ഈക്വൽ ആണ്. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ h1 ഈസ് h2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതണം, ആദ്യം ഇപ്പുറത്ത് എഴുതണം 25 16. ഇത് തെറ്റിക്കാൻ പാടില്ല, പലരും ഇപ്പോഴും തെറ്റിക്കും. അപ്പൊ h1 25 ആണെങ്കിൽ h2 എത്ര ആയിരിക്കും, 16 ആയിരിക്കും. കണ്ട, ഇത് 25 ആണെങ്കിൽ ഇത് 16 ഉണ്ടാവുള്ളൂ. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ ഇതുവരെ ശ്രദ്ധിച്ച് ചെയ്യും, ബാക്കി ഇവിടെ എത്തുമ്പോൾ ഒറ്റ തെറ്റിക്കില്ല. h1 ഈസ് h2 ഈസ് ഈക്വൽ ടു 16:25 എന്ന് എഴുതരുത്. h1 ഈസ് h2 ഈസ് ഈക്വൽ ആദ്യം ഇപ്പുറത്ത് എഴുതണം 25:16 അല്ലെ. അപ്പൊ 2 ഹൈറ്റുകളും 25:16 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ